വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വേറിട്ട ചിന്തകളുടെ ഈ 106-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ 105-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ബഹുമാനപ്പെട്ട ടിനു ജോർജ് പാസ്റ്ററുടെ 2 പ്രസ്താവനകളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ എൻ്റെ പ്രിയ ശ്രോതാക്കളുമായി ഞാൻ പങ്കുവച്ചു. എന്നാൽ ഈ 106-ാമത്തെ എപ്പിസോഡ് അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന നിലയിൽ ചെയ്യേണ്ടതായി ഞാൻ നിർബന്ധിത അവസ്ഥയിലെത്തി. അതിന് പ്രധാനമായി 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എന്നെ ആളുകൾ തെറ്റിദ്ധരിച്ച് ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു എന്നുള്ള ടിനു ജോർജ് പാസ്റ്ററുടെ ഒരു പ്രസ്താവന. സത്യത്തിൽ ടിനു ജോർജ് പാസ്റ്ററോട് എനിക്ക് പറയാനുള്ളത്, താങ്കളെയല്ല ജനം തെറ്റിദ്ധരിച്ചത്. കാരണം താങ്കളുടെ 2 പ്രസ്താവനകളിലൂടെ തന്നെ മലയാളം അറിയാവുന്ന സകലരും താങ്കളെ മനസ്സിലാക്കി കഴിഞ്ഞു. അതെന്താണ്, ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്ക് വരാം. പ്രാരംഭത്തിൽ ഒരു കാര്യം പറയട്ടെ പാസ്റ്റർ. എല്ലാവർക്കും അബദ്ധം പറ്റിയേക്കാം, അബദ്ധം പ്രവർത്തിച്ചെന്നിരിക്കാം, അബദ്ധം സംസാരിച്ചെന്നിരിക്കാം. പക്ഷേ നമ്മൾ ഉരുണ്ട് കളിക്കുന്നതിനേക്കാൾ നല്ലത് ആ തെറ്റ് സമ്മതിച്ച് നമ്മളതൊരു പരിഹാരം കണ്ടെത്തുന്നതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ജനത്തിൽ നിന്ന് സ്വീകാര്യത കിട്ടാൻ സാധ്യത. ഞാൻ പറയുന്നു, ബഹുമാനപ്പെട്ട ടിനു ജോർജ് പാസ്റ്റർക്ക് സംഭവിച്ചത് എന്താണെന്ന് ഞാൻ ഇതിനകത്ത് വ്യക്തമാക്കാം. പക്ഷേ വ്യക്തമായാൽ താങ്കളത് ഏറ്റുപറഞ്ഞ് ദൈവത്തോടൊരു പക്ഷേങ്കിൽ താങ്കൾ പറഞ്ഞ് നിരപ്പ് പ്രാപിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷേ മനുഷ്യരുടെ മുൻപിൽ, വിശേഷാൽ മലയാളം മനസ്സിലാക്കുന്ന ക്രൈസ്തവരുടെ മുന്നിൽ താങ്കളൊരു പൊതു ക്ഷമാപണം ചെയ്താൽ എനിക്ക് താങ്കളോടുള്ള ബഹുമാനവും സ്നേഹവും കൂടുകയുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ശ്രോതാക്കൾ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരും ഇല്ലെങ്കിൽ മലയാളികളിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവർക്കും താങ്കളുടെ ബഹുമാനവും സ്നേഹവും കൂടുകയുള്ളൂ. അനേക ദൈവദാസന്മാർ അങ്ങനെ അബദ്ധം സമ്മതിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ കടന്നു വന്ന് ക്ഷമാപണം നടത്തിയതായിട്ട് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ വിശദീകരണത്തിലേക്ക് ഞാൻ കിടക്കാം. എന്നെ ഇതുപോലെ അതിൻ്റെ 2ാമത്തെ പാർട്ട് എന്ന നിലയിൽ ഒരു വീഡിയോ ചെയ്യാൻ നിർബന്ധിതാവസ്ഥയിലെത്തിയത് എൻ്റെ ശ്രോതാക്കളിൽ ചിലരാണ്. കാരണം ഈ കീശിന് കഴുതയെക്കുറിച്ചായിരുന്നു ആദ്യത്തെ ഭാരം. അത് പിന്നെ മാറിയിട്ട്, കഴുതയെക്കുറിച്ചുള്ള ഭാരം മാറിയിട്ട് അത് ശൗലിനെക്കുറിച്ചുള്ള ഭാരമായി മാറിയതുപോലെ എനിക്ക് ആദ്യം പ്രശ്നം നമ്മുടെ ടിനു ജോർജ് പാസ്റ്ററോടായിരുന്നു. അതങ്ങോട്ട് അല്പം ഞാൻ വിട്ടു നിർത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ശ്രോതാക്കളിൽ ചിലരൊക്കെ, ഈ ചില വീട്ടമ്മമാരൊക്കെ ഉണ്ടല്ലോ, അവർ ഒരു കലം ചോറ് വെന്തോ എന്നറിയാനായി അതിൽ നിന്ന് 1 മണി ചോറെടുത്തിട്ട് ഞെക്കി നോക്കും. അത് വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതെല്ലാം വെന്തത് എന്നതുപോലെ വേറിട്ട ചിന്തയെ വിലയിരുത്തി കുറച്ച് ഭാഗം മാത്രം കേട്ടിട്ട് എന്തൊക്കെ കമൻറ്റുകളാണ് ഒഴുകി വന്നത്. താങ്കൾക്ക് പണം കിട്ടിയോ? താങ്കൾ എന്നെ മലയാളികളെ വിഡ്ഢിയാക്കുകയാണോ? ഒരു ഫ്രോഡിനെ മറ്റൊരു ഫ്രോഡ് പിന്താങ്ങുന്നു. താങ്കൾ എന്നെ ന്യായീകരണ തൊഴിലാളിയാണോ എന്ന് വേണ്ട എന്തെല്ലാം കമൻറ്റുകളാണ് വന്നേ. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, നിങ്ങൾക്കൊരല്പം ക്ഷമ കാണിച്ച് അത് പൂർണ്ണമായിട്ടൊന്ന് കേൾക്കാൻ പാടില്ലായിരുന്നു. വിദേശത്തു നിന്നൊരു സഹോദരൻ എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം ഒരല്പം കോപം കലർന്ന സ്വരത്തിലാണ് എന്നോട് ചോദിച്ചത് മറ്റൊന്നുമല്ല, ആ കേട്ട ശബ്ദം ദൈവം വന്ന് അദ്ദേഹത്തോട് സംസാരിച്ചതാണെന്നല്ലേ താങ്കൾ പറഞ്ഞത്? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ വീഡിയോയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ പറഞ്ഞത് അത് ദൈവത്തിൻ്റെ ആണോ അല്ലയോ ഇതൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല, മനസ്സിലായോ? ഇനി അഥവാ ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് ഞാൻ സമ്മതിച്ച് പറഞ്ഞത് എന്താണെന്ന് എൻ്റെ ശ്രോതാക്കളിൽ പലർക്കും മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ പലർക്കും ആൻസർ ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാവരോടൊന്ന് ചോദിക്കുക, ഞാൻ ക്ലിയർ ആക്കാം. അതായത് അത് ദൈവത്തിൻ്റെ ശബ്ദമാണെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ പ്രസ്താവിച്ച, ജനങ്ങളോട് അറിയിച്ച ടിനു ജോർജ് പാസ്റ്ററോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചു കൊടുത്തതാണ്. നിങ്ങൾക്കൊരല്പം ക്ഷമ കാണിക്കുകയായിരുന്നെങ്കിൽ അതിൻ്റെ ഒടുവിൽ എന്താ പറഞ്ഞതെന്ന് കേട്ട് നിർത്താൻ കഴിയുമായിരുന്നല്ലോ. അത് പൂർണ്ണമായി കേട്ടവരുടെ കമൻ്റ് ഒന്ന് വായിച്ചു നോക്ക്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങൾ കലത്തിലെ ചോറിൻ്റെ വേവ് നോക്കുന്നത് പോലെ വേറിട്ട ചിന്തകളുടെ ഇടയ്ക്കിലേക്ക് കമൻ്റ് ഇടാൻ വരരുത്.
വേറിട്ട ചിന്തകൾ എന്നൊരു പേരിടാനുള്ള കാരണം അത് തന്നെയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ഈ വീഡിയോ ആണെങ്കിലും വളരെ വിനയത്തോടെ ഞാൻ പറയുക, നിങ്ങൾ ക്ഷമയോടെ പൂർണ്ണമായിട്ട് കേൾക്കുക. എന്നിട്ട് എനിക്കെതിരെ ആ മോശമായി കമൻ്റ് ഇട്ട പാർട്ടികൾക്ക് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ആ വീഡിയോ പൂർണ്ണമായിട്ടൊന്ന് കേൾക്കണം കേട്ടോ. എന്നിട്ട് ഇനി മേലിൽ വേറിട്ട ചിന്തകൾക്ക് കമൻ്റ് ഇടാൻ വരുമ്പോൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ശരി, ഞാൻ മടങ്ങി വരട്ടെ. ഇവിടെ ടിനു ജോർജ് പാസ്റ്റർ പറയുന്നത്, ജനങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. പാസ്റ്ററെ, ഞാൻ പറയുന്നു, ജനങ്ങൾ താങ്കളെ തെറ്റിദ്ധരിച്ചതല്ല. താങ്കൾ പറഞ്ഞത് എന്താണെന്ന് ജനങ്ങൾ മനസ്സിലാക്കി, അതാണ് എൻ്റെ വിഷയം. ഞാൻ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നത്, ഞാൻ ആരെയും വ്യക്തിപരമായി വിമർശിക്കുന്ന ഒരാളല്ലെന്ന് എൻ്റെ ചാനൽ സ്ഥിരമായി കേൾക്കുന്നവർക്കറിയാം. ഞാൻ ദുരുപദേശങ്ങൾക്കെതിരെ പ്രതികരിക്കാറുള്ളൂ. പക്ഷേ ദുരുപദേശം പറയുന്നവരെ ഞാൻ ആ പ്രതിപക്ഷ ബഹുമാനത്തോടു കൂടിയേ ഞാൻ സംസാരിക്കാറുള്ളൂ. പിന്നെ തീരെ ചില ആളുകൾ മനഃപൂർവ്വം കഴുതകളായി അഭിനയിക്കുന്നവരുടെ മുമ്പിൽ ഞാൻ ആ ഒരു ശൈലിയിൽ 1-2 വാക്കുകൾ പറഞ്ഞിട്ടുമുണ്ട്. ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമുക്കൊരു തെറ്റ് സംഭവിച്ചേക്കാം. അബദ്ധം സംഭവിക്കാത്ത മനുഷ്യരാരുമില്ല. പക്ഷേ ആ തെറ്റ് നമുക്ക് ബോധ്യപ്പെടുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു, വിശുദ്ധ വേദപുസ്തകത്തിൽ 19-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? ഒരു ചോദ്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന ലോകത്തിൽ ഏറ്റവും പ്രയോജനമുള്ള ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത്, ഇവിടെ നമുക്കറിയാം, ആധുനിക ലോകത്തിൽ മനുഷ്യ മനസ്സുകളെ വിസ്മയത്തിൻ്റെ നെറുകയിലെത്തിക്കുന്ന വിധത്തിലുള്ളതായ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾ കഴിഞ്ഞു, ഇനിയും കണ്ടുപിടിക്കാൻ പോകുന്നു. അതൊക്കെ അവർക്ക് പേരും പെരുമയും പ്രശസ്തിയും പണവും ബഹുമാനവും എല്ലാം നേടിക്കൊടുത്തു. മാത്രമല്ല, അങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിൻ്റെ അനന്തരഫലമാണല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരിക്കുന്ന നിങ്ങൾ കേൾക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നല്ലത് തന്നെ. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള കണ്ടുപിടുത്തവും തനിക്ക് പ്രയോജനം ചെയ്യുന്ന കണ്ടുപിടുത്തം എന്ന് പറയുന്നത് തൻ്റെ തെറ്റിനെ ഗ്രഹിക്കുന്ന ആര്, അവിടെയാണ്. നോക്കുക, എനിക്ക് മറ്റുള്ളവരുടെ തെറ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ എൻ്റെ തെറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല. അതാണ് ആത്മീയ ലോകത്തിൻ്റെ ഏറ്റവും വലിയ അധപതനത്തിൻ്റെ ഒരു കാരണം. അപ്പോൾ ഞാൻ പറയുന്നു, ഞാനിതിനകത്ത് വ്യക്തമാക്കാം. പാസ്റ്റർക്ക് ഒരു പക്ഷേങ്കിൽ പെട്ടെന്നുണ്ടായ ഒരു വികാരത്തിൽ ഒരു വാക്യം ചേർത്ത് പറയുന്നു. ഒരു കാലത്ത് ദൈവകരങ്ങളിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസനാണ് പാസ്റ്റർ ടിനു ജോർജ് എന്ന് ഞാൻ സമ്മതിക്കുന്നു. അത് ഞാൻ പറയാൻ കാരണം, അങ്ങനെ ഒരു ദൈവകൃപയില്ല എങ്കിൽ ഇത്ര വലിയൊരു സമൂഹം ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ വരാൻ സാധ്യത വളരെ കുറവ്. അക്ഷരാഭ്യാസമില്ലാത്തവരും സംസ്കാരമില്ലാത്തവരൊന്നുമല്ല, നല്ല വിദ്യാസമ്പന്നന്മാരും നല്ല നിലവാരത്തിൽ ജീവിക്കുന്നതുമായ ആളുകൾ ഒരു കൂട്ടം തൻ്റെ അനുയായിയായി വരണമെങ്കിൽ അദ്ദേഹം ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു ദൈവദാസൻ തന്നെ. തൻ്റെ കണ്ണുനീരിൻ്റെയും ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും അനന്തരഫലമായി തനിക്കായി ദൈവം തന്നോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാനും കൂട്ടായ്മ ആചരിപ്പാനും വലിയൊരു സമൂഹത്തെ ദൈവം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ലഭിക്കപ്പെട്ട ദൈവമക്കളെ താൻ ആത്മീയ ഭോജനം കൊടുത്ത് അവരെ വളർത്തി ഒരു ലെവലിൽ എത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ കൂട്ടത്തിൽ നിന്ന് തന്നെ തനിക്കെതിരെ ഒരു കൂട്ടം ഇറങ്ങിത്തിരിച്ചു എന്ന് പറഞ്ഞപ്പോൾ തനിക്ക് വേദന ഉണ്ടാകും. ഒരു മകൻ അപ്പനെ വേദനിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന അപ്പൻ്റെ വേദന പോലെ നമ്മുടെ ടിനു ജോർജ് പാസ്റ്റർക്ക് ഒരു വേദന ഉണ്ടായിട്ടുണ്ടായിരിക്കണം. ആ വേദനയുടെ നിമിത്തത്തിൽ പൗലോസ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ എത്ര ഭക്തന്മാരാണെന്ന് പറഞ്ഞാലും എത്ര ആത്മീയരാണെന്ന് പറഞ്ഞാലും വേറൊരു പ്രമാണം നമ്മളിൽ ഒഴുകുന്നുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ. അപ്പോസ്തലനായ പൗലോസ് അത് പറയുന്നുമുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിലയിരുത്തുന്നത് ഇങ്ങനെയാണ്, ഈ ടിനു ജോർജ് പാസ്റ്റർക്കുണ്ടായ ഒരു വേദനയുടെ അനന്തരഫലമായി തന്നിൽ ഏതോ ഒരു പ്രമാണം ഒന്ന് പ്രവർത്തിച്ചു, തനിക്ക് പ്രയോഗിക്കാൻ കൊള്ളരുതാത്ത ഒരു പ്രസ്താവനയും അല്ലെങ്കിൽ ശൈലിയും വാക്കുകളും തൻ്റെ നാവിലൂടെ പുറത്തു വന്നു. കാരണം തൻ്റെ അന്തരംഗത്തിൽ അത് വന്നതുകൊണ്ടാണ്. അതിന് മറ്റൊരു കാരണം കൂടി ഞാൻ ഇത്തരണത്തിൽ ഒന്ന് സൂചിപ്പിച്ച് പോകട്ടെ. ഒരു പക്ഷേങ്കിൽ എൻ്റെ സംശയമായിരിക്കാം, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമായിരിക്കാം. അതിന് ഞാനൊരു വീഡിയോയുടെ ഒരു ചെറിയൊരു ഭാഗം കാണിച്ചു തരാം. അത് കണ്ടിട്ട് ഞാൻ അതിനെക്കുറിച്ച് പറയാം. Pastor Tinu, come. Pastor Tinu is from India, and he has a great work in India and around the world. He has 600 and how many churches? The Lord said to tell you, harvest of miracles, harvest of grace and glory is going to be massive from now.
that the Lord will begin to speak to you in strange measures. Pick him up. In strange dimensions, you will hear the voice of God. Bigger crusades, bigger encounter, bigger manifestation. Fresh in the name of Jesus. Congratulations, Pastor Tino. ഇവിടെ ഈ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്റെ മേലുള്ള അഭിഷേകത്തെ ഒന്നും വിലയിരുത്താനോ അല്ലെങ്കിൽ വിമർശിക്കാനോ ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ അന്ത്യകാലത്ത് അനേകരിലൂടെ വെളിപ്പെട്ടു വരുന്ന ശുശ്രൂഷകളും പല പ്രവചനങ്ങളും വീര്യപ്രവൃത്തികളെല്ലാം ഞാൻ കണ്ടും മനസ്സിലാക്കിയും പോയതിൻ്റെ വെളിച്ചത്തിൽ പറയുകയാണ്. ഈ ആത്മപകർച്ചയാണോ ഈ മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിച്ചത് എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു കാലത്ത് ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ദൈവദാസൻ ഇപ്പോൾ ഇങ്ങനെ താൻ പറയരുതാത്ത 2 കാര്യങ്ങൾ താൻ വേദിയിൽ പറഞ്ഞു. അതേതാണെന്ന് രണ്ടും ഞാനൊന്ന് പറയാം. അതിൻ്റെ നിമിത്തം, അതിൻ്റെ കാരണം തന്നെ അതിലേക്ക് പ്രലോഭിപ്പിച്ചത് ഈ ആത്മാവാണെന്ന് ഞാൻ സംശയിക്കുന്നു. അപ്പോൾ ആ 2 വിഷയം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ദൈവദാസന്മാർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അധികാരം, അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു വലിയ പദവി, മറ്റുള്ളവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിപ്പാനുള്ള ഒരു പദവി തന്നിട്ടുണ്ട്. കാരണം നിങ്ങൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കുവിൻ. അങ്ങനെയുള്ളവരോട് മറ്റുള്ളവരെ ശപിക്കാനോ മറ്റുള്ളവരുടെ നന്മയെ തടയുവാനോ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള അധികാരം വിശുദ്ധ വേദവസ്തുവിലുണ്ടോ? ഞാനിതുവരെ കണ്ടിട്ടില്ല. ഇല്ല എന്ന് ഞാൻ പറയാൻ തയ്യാറാകില്ല. ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അവരിൽ അങ്ങനെ ഒരു തെറ്റ് വന്നെങ്കിൽ, അതായത് താൻ നേടിയ ആത്മാക്കളിൽ നിന്ന്, താൻ വളർത്തിയെടുത്ത ദൈവജനത്തിൻ്റെ ഇടയിൽ നിന്നും തനിക്കെതിരെ, സഭയ്ക്കെതിരെ ഒരു കൂട്ടുകെട്ടുണ്ടായപ്പോൾ ഒരു പക്ഷേങ്കിൽ താങ്കൾക്ക് അവരോടത് പറയാമായിരുന്നു. അപ്പോൾ ഒരു മറുചോദ്യമുണ്ട്. ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ കാര്യം ചെയ്യുന്നതും വേണമെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് പറയാമായിരുന്നല്ലോ എന്ന് പറയുന്നതും അങ്ങനെ ചിന്തിക്കുന്നവരും എൻ്റെ ശ്രോതാക്കളുടെ ഇടയിലുണ്ട്. അത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ബോധപൂർവം തന്നെ ചെയ്യുന്നതാണ്. കാരണം ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ടിനു ജോർജ് എന്ന് പറയുന്ന ഒരു ദൈവദാസന് വേണ്ടി മാത്രമുള്ളതല്ല. ഇനിയും ഇങ്ങനെ വരാൻ സാധ്യതയുള്ള ചിലർക്ക് സൂചനയും ഇങ്ങനെ ചെയ്തിട്ടുള്ളവർക്ക് ഒരു ഓർമ്മപ്പെടുത്തലും കൂടി ആയിട്ടാണ് ഞാനത് ചെയ്യുന്നത്. അതിനൊക്കെ പിന്നെ ഒത്തിരി കാരണങ്ങളുണ്ട്. 2 വാക്ക് ഞാൻ പറഞ്ഞു പോകട്ടെ. ഇവരൊക്കെ ഈ പ്രമുഖന്മാരായിരിക്കുന്ന, ഈ പ്രഗത്ഭന്മാരായിരിക്കുന്ന ഇതുപോലുള്ള ദൈവദാസന്മാർ വേദിയിൽ കയറി 10,000ങ്ങളോട് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊക്കെ വളരെ ബഹുമാനിക്കപ്പെട്ടു പോകുന്ന ആളുകളാണ്. പക്ഷേ ചെറിയ ഹാൻഡ് മൈക്കുമായിട്ട് കവലകളിൽ പോയി സുവിശേഷം പറയുന്ന ഉപദേശിമാരുണ്ടേ. നിങ്ങളുടെ ഈ പരിപാടിയെല്ലാം ഈ സോഷ്യൽ മീഡിയയുടെ കണ്ടിട്ട് അവരോട് തടഞ്ഞു നിർത്തി ചോദിക്കുമ്പോൾ അവർക്ക് മൗനതയോടുകൂടി തലകുനിച്ച് പോകുന്ന നിമിഷങ്ങൾ നേരിടാറുണ്ടേ. അവരുടെ വേദനയും നിങ്ങൾ മനസ്സിലാക്കണം. 2, കുടുംബങ്ങളിൽ നിന്നും ഒറ്റയ്ക്ക് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, സ്ത്രീയാണെങ്കിൽ ഭർത്താവിൻ്റെ വാക്കുകൾ, പുരുഷനാണെങ്കിൽ ഭാര്യയുടെ വാക്കുകൾ, ഈ കുത്തുവാക്കുകളെല്ലാം കേട്ട് അവർ ദൈവത്തെ ആരാധിപ്പാൻ, ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ അവരേൽക്കുന്ന മാനസിക ബുദ്ധിമുട്ടും കൂടി നിങ്ങളൊന്ന് വിലയിരുത്തണേ, നിങ്ങളത് മനസ്സിലാക്കണം. 3, അന്യമതങ്ങളിൽ നിന്ന് ആ മതത്തെ വിട്ടുകൊണ്ട് ചാർച്ചക്കാരെ വിട്ട് ഈ സത്യദൈവത്തെ ആരാധിപ്പാനായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അവർ വിട്ടുപിരിഞ്ഞു പോകുന്ന മതത്തിൻ്റെ ആളുകളോ അവരുടെ ചാർച്ചക്കാരോ ഇത് ചൂണ്ടിക്കാണിച്ച് അവർക്കൊട്ട് കുത്തുമ്പോൾ അവർക്കുണ്ടാകുന്ന വേദനയും നിങ്ങളൊന്ന് മനസ്സിലാക്കണമേ. അതുകൊണ്ട് പറയുന്നു, ടിനു ജോർജ് പാസ്റ്റർ മാത്രമല്ല, ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുള്ളവരും ഇതുപോലെ ചെയ്യുന്നവരുമുള്ളവർക്കും കൂടി ഒരു മുന്നറിയിപ്പ് പോലെ തരികയാണ്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. നിങ്ങൾ അവിടെ ഇരുന്നത് ചെയ്യും, പക്ഷേ ആഘാതമേൽക്കുന്ന പാവപ്പെട്ട കവലയിൽ പ്രസംഗിക്കുന്ന ദൈവദാസന്മാർ. അപ്പോൾ എന്നെക്കുറിച്ചൊരു പരാതി എന്ന് പറഞ്ഞാൽ, താങ്കളിത് പണം മേടിച്ചിട്ടാണോ ഇത് ചെയ്യുന്നത്? താങ്കളുടെ മലയാളികളായ ഞങ്ങളെന്നെ പൊട്ടന്മാരാക്കാൻ പോകുകയാണോ? താങ്കളെന്നെ വിളിപ്പിക്കാൻ പോകുകയാണോ? എൻ്റെ പൊന്നെ, എൻ്റെ വീഡിയോ പൂർണ്ണമായി നിങ്ങൾ കേൾക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് പറ്റിയ എടുത്തുചാട്ടം പോലെ, പത്രോസിനെ പോലെ എടുത്തു ചാടിയത് കൊണ്ടുപോയ ഒരബദ്ധമാണ് നിങ്ങൾക്ക് വന്നത്. പക്ഷേ പത്രോസ് മടങ്ങി വന്നതുപോലെ മടങ്ങി വന്നിട്ടത് പൂർണ്ണമായിട്ടൊന്ന് കേൾക്കണമേ, എന്നിട്ടത് മനസ്സിലാക്കണം. ശരി, ഞാനിവിടെ ആരെയും വിളിപ്പിക്കാനും നോക്കിയില്ല, ഞാൻ ആരെയും കറുപ്പിക്കാനും നോക്കിയില്ല. ഞാൻ തനി നിറം പുറത്താക്കാനാണ് ശ്രമിച്ചത്. തനി നിറം. പിന്നെ ഞാനൊന്ന് പറയട്ടെ, അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ വിസ വരും, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറും. അപ്പം അങ്ങനെയെങ്കിൽ ഈ ഞാൻ പറഞ്ഞാൽ 8 കോടി വരില്ലേ? വേണ്ട 10 കോടി വരില്ലേ? വരണമല്ലോ. കാരണം ഞാനിന് അത്രയും അധികാരമുണ്ടെങ്കിൽ, ഞാനെൻ്റെ വാക്കിന് അത്രയും അധികാരമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ 10 കോടിയല്ല, അതിൻ്റെ അപ്പുറം വരണം. അപ്പോൾ അവിടെ ന്യായമായി ചിന്തിക്കാവുന്ന ഒരു പോയിൻ്റാണത്. ഒരു യുക്തിവാദി ഒരു പക്ഷേങ്കിൽ അത്തരത്തിലുള്ള ചോദ്യം ചോദിച്ചാൽ ഇദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിയുമോ എന്നെനിക്കറിയില്ല.
എന്നാൽ ഈ കർത്താവ് മുറിയിൽ വന്ന് തന്നോട് സംസാരിച്ചു എന്നുള്ള ആ പ്രസ്താവനയെ ഞാനൊന്ന് അനുകൂലിച്ച് സംസാരിച്ചു. എന്തിനാണെന്നറിയാവോ? അത് അനുകൂലിച്ചിട്ട് വേണം തന്നോട് ചില ചോദ്യങ്ങൾ ചോദിക്കാൻ. അത് മനസ്സിലായവർക്ക്, സാമാന്യ ബോധമുള്ളവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ട്. അല്ലാത്തവർക്ക് അത് മനസ്സിലായില്ല. പകുതി കേട്ടവർക്ക് അത് ഗ്രഹിക്കാനും കഴിഞ്ഞില്ല, അത് അറിയാനും കഴിഞ്ഞില്ല. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു, ഇത് കർത്താവിൻ്റെ ശബ്ദം ആണെങ്കിൽ എൻ്റെ 2-3 സംശയങ്ങളുണ്ട്. ഇവിടെയാണ് ടിനു ജോർജ് പാസ്റ്ററുടെ ചില വീഴ്ചകളെ ഞാൻ എടുത്തു കാണിക്കുന്നത്. ഒന്ന്, ഈ റെക്കോർഡിംഗ് സംവിധാനം 24 മണിക്കൂറും ഓണായി കിടക്കുകയാണോ? ആണെങ്കിൽ മാത്രമേ വരുന്നൊരു ശബ്ദം കേൾക്കാൻ കഴിയുകയുള്ളൂ എന്നത്. 2, ഇത് മിക്കവാറും രാത്രി കാലങ്ങളിലായിരിക്കണം സംസാരിക്കാൻ സാധ്യത. കാരണം ഇത്രയ്ക്കും തിരക്കേറിയ ഒരു മനുഷ്യൻ പകൽ വെറുതെ വീട്ടിലിരിക്കാൻ സാധ്യത കുറവ്. ശുശ്രൂഷെല്ലാം കഴിഞ്ഞ് രാത്രി വന്നതിന് ശേഷമാണ് ദൈവം വന്ന് സംസാരിച്ചത് എങ്കിൽ, എങ്ങനെ ദൈവം വന്നിച്ച് പറഞ്ഞോ ഞാനൊന്നൊരു കാര്യം പറയാൻ പോവുകയാണ്, അത് ജനത്തെ കേൾപ്പിക്കാൻ വേണ്ടി നീ റെക്കോർഡ് ചെയ്തോ എന്ന് ദൈവം സൂചിപ്പിച്ചോ? ഇല്ല. ഇത് യാദൃശ്ചികമായി പെട്ടെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ കർത്താവെ ഒരു പ്രാവശ്യം കൂടി ഒന്ന് പറയണം, ഞാനൊന്ന് റെക്കോർഡ് ചെയ്തെടുക്കട്ടെ എന്ന് കർത്താവിനോട് പറഞ്ഞോ? ഇല്ല. താങ്കൾ പറയുന്നത് ആദ്യം പറഞ്ഞ് ഞാൻ അത് എഴുതിയെടുത്തു, എന്നിട്ട് അല്ല ഞാനത് റെക്കോർഡ് ചെയ്തു, ഞാൻ പ്ലേ ചെയ്ത് കേൾപ്പിക്കാം. പക്ഷേ ഞാൻ 1/4 നൂറ്റാണ്ടിലധികം കാലങ്ങൾ സൗണ്ട് എഞ്ചിനീയറായി വർക്ക് ചെയ്ത ഒരാളാണ്. അനേകതരം മിക്സറുകൾ, സൗണ്ട് മിക്സറുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന് തനിക്ക് ബേസിക് ആയിട്ടൊരു ശബ്ദമുണ്ട്. ഇപ്പോൾ ഞാനീ പറയുന്ന ശബ്ദം പോലെ എനിക്കതൊരു ബേസിക് ആയിട്ടുള്ള ശബ്ദമാണ്. പിന്നെ എനിക്ക് എൻ്റെ പിച്ച് മാറ്റി എനിക്ക് സംസാരിക്കാൻ കഴിയും. ഞാനങ്ങനെ സംസാരിച്ചാൽ എൻ്റെ നാച്ചുറലായിട്ടുള്ള ആ ഒരു തൊണ്ട അതിൽ നിന്ന് അല്പം ലോ പിച്ചിലേക്ക് ഇറങ്ങിയിട്ട് ഞാൻ മറ്റൊരു ശബ്ദത്തിൽ സംസാരിച്ചാൽ അത് ഞാനാണെന്ന് ചിലർ മനസ്സിലാക്കില്ല എന്നാണ് എൻ്റെ ധാരണ. പക്ഷേ എൻ്റെ ബേസിക് ആയിട്ടുള്ള ശബ്ദം അറിയാവുന്ന ഒരു വ്യക്തിക്ക് അത് മനസ്സിലാക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അങ്ങനെയും സംസാരിച്ചാൽ ചെറിയൊരു വ്യത്യാസം വരും. മിക്സറിൽ നമുക്കതിൻ്റെ ഫ്രീക്വൻസി മാറ്റാനുള്ളതായ നോബുകളുണ്ട്. ലോയും മിഡായിട്ടും ഹൈസായിട്ടും അങ്ങനെ പല പല ഫ്രീക്വൻസികൾ നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയും ശബ്ദത്തിന് മാറ്റം വരുത്തിയെടുക്കാൻ പറ്റും. ഏതായാലും ഈ ഫീൽഡിൽ ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ അത്ര വിഷമമില്ല എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. പിന്നെ ഇതിനകത്ത് ഏറ്റവും വലിയൊരു പാകപ്പിഴ സംഭവിച്ചത് ഞാൻ പറയാം. ഇദ്ദേഹം ഇത് പ്ലേ ചെയ്ത് കേൾപ്പിക്കുന്നതിന് മുൻപ് ജനത്തോടൊരു കാര്യം പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? ഇപ്പോൾ കൈയടിച്ചോണം, കേട്ട് കഴിഞ്ഞാൽ കൈയടിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ എൻ്റെ മുന്നിൽ നിൽക്കുന്ന ജനമുണ്ടല്ലോ, ഈ ജനത്തിൽ ചിലർക്കെട്ടൊക്കെ അത് കൊള്ളും. മനസ്സിലായോ? ചിലർക്കെട്ടൊക്കെ അത് കൊള്ളും. അത് ചിലരെന്ന് പറഞ്ഞാൽ സഭയ്ക്ക് പണം കൊടുക്കരുത്, ദശാംശം കൊടുക്കരുതെന്ന് പറഞ്ഞ് കൂട്ടുകെട്ടുണ്ടാക്കി പ്രചരിപ്പിച്ചവർക്ക് അത് കൊള്ളും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യില്ല? നിങ്ങൾ കൈയടിക്കില്ല. പക്ഷേ സത്യത്തിൽ അത് അവരോടുള്ള സൂചനയായിട്ട് തന്നെയല്ലേ പാസ്റ്റർ അത് അവതരിപ്പിച്ചത്. എന്നാൽ അതല്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ കർത്താവ് വന്ന് സംസാരിച്ചിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പ്. ആ ഉറപ്പ് പറയാൻ കാരണം പറയാം. മോശ 40 ദിനരാത്രങ്ങൾ സീനായുടെ മലയിൽ, സീനായുടെ മുകളിൽ ദൈവത്തോടു കൂടി വസിച്ചിട്ട് ദൈവത്തിൻ്റെ സ്വന്തം വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകയുമായിട്ട് ഇറങ്ങി വന്നപ്പോൾ തൻ്റെ മുഖത്തു നിന്ന് വന്ന ശോഭ തൻ്റെ കൂടപ്പിറപ്പ് സഹോദരങ്ങളായ അഹരോനോ അല്ലെങ്കിൽ മിരിയാമിനോ മറ്റുള്ളവർക്കോ തങ്ങളുടെ ഭൗതിക ദൃഷ്ടി കൊണ്ട് നോക്കി കണ്ട് കീഴടക്കാൻ പറ്റില്ലാതെ വണ്ണം അത്രയ്ക്കും ശോഭിച്ചു നിന്നതായിട്ട് നമുക്ക് വചനത്തിൽ കാണാൻ കഴിയുന്നുണ്ടല്ലോ. കാരണം ദൈവത്തോടു കൂടി സമ്മേളിച്ചൊരു നിമിഷമാണ്. അത് കഴിഞ്ഞിട്ടാണ് പുറത്തു വന്നത്. അപ്പോൾ ഈ ബഹുമാനപ്പെട്ട നമ്മുടെ ടിനു ജോർജ് പാസ്റ്ററുടെ റൂമിൽ കർത്താവ് വന്നു സംസാരിച്ച് കർത്താവിൻ്റെ ശബ്ദം താൻ റെക്കോർഡ് ചെയ്തിട്ട് ജനത്തിൻ്റെ മുന്നിൽ അത് കേൾപ്പിക്കുമ്പോൾ ലോകത്തിൽ ആർക്കും കിട്ടാത്തൊരു പദവി കിട്ടിയ മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. ഞാൻ കേട്ട ശബ്ദം ഞാൻ എഴുതി വെച്ചത്, റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ. എന്റെ മുറി വന്ന് ലിസൺ. ഒരു പരിഭവം പ്രകടമാകുന്നില്ലേ? ഒരു ജാള്യത പ്രകടമാകുന്നില്ലേ? മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ശബ്ദം നേരിട്ട് കേട്ടപ്പോൾ എത്രയോ സന്തോഷത്തോടു കൂടി ആ മുഖത്ത് നിന്ന് വരേണ്ട ആ പ്രസന്നത എന്തായിരിക്കും? നിങ്ങളൊന്ന്
മോശയുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. എന്തൊരു സന്തോഷമാണ് ഉണ്ടാകേണ്ടത്. പക്ഷെ താൻ ഒരല്പം വിറച്ചിട്ട് ഇത് ഞാൻ പറയണോ വേണ്ടയോ. ഞാൻ എഴുതി വെച്ചത്, റെക്കോർഡ് ചെയ്ത് വെച്ചതിനകത്ത് കർത്താവ് എന്നോട് സംസാരിച്ചതാ എന്റെ മുറി വന്ന്. ലിസൺ. ഒരു പരിഭവം പ്രകടമാകുന്നില്ലേ? താൻ ഒരല്പം വിറച്ചിട്ട് ഇത് ഞാൻ പറയണോ വേണ്ടയോ. ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കുറ്റബോധം അലതല്ലിയിട്ട് ആ കുറ്റബോധത്തിൻ്റെ പ്രകടനം, അതിൻ്റെ ആ ഒരു എക്സ്പ്രഷൻ തൻ്റെ മുഖത്ത് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ അതാണ് അപ്ലൈ ചെയ്ത് കേൾപ്പിക്കുന്നത്. അതൊക്കെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട്. അതിൻ്റെയൊക്കെ ഒരു മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ തൻ്റെ ഉള്ളിലൊരു ഭയം കിടപ്പുണ്ട്. ഇത് ഞാൻ തന്നെ കൃത്രിമമായി ഉണ്ടാക്കിയിട്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ജനത്തിൻ്റെ മുന്നിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുമ്പോൾ ഞാൻ മെനഞ്ഞുണ്ടാക്കുന്ന ഈ കള്ളക്കഥ എൻ്റെ കർത്താവ് എന്നോട് ചോദിക്കുമല്ലോ എന്നുള്ളൊരു ഭയം തൻ്റെ ഉള്ളിൽ ഉണ്ട്. അത് മനസ്സിലാക്കാൻ ആ മുഖത്തേക്കൊന്ന് നോക്കിയാൽ മതി. ഇനി എനിക്ക് പറയാനുള്ള കാര്യം, താങ്കൾ പറഞ്ഞു എൻ്റെ ജനം എന്നെ തെറ്റിദ്ധരിച്ചു. ഇല്ല പാസ്റ്റർ, താങ്കളെയല്ല തെറ്റിദ്ധരിച്ചത്. താങ്കളുടെ ആ 2 പ്രസ്താവനകളെ ഞാൻ ഒരു രീതിയിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങളിലേക്ക് പകർന്നു കൊടുത്തപ്പോൾ അത് ഗ്രഹിക്കാൻ കഴിയാത്ത ജനങ്ങൾ എന്നെയാണ് തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ രണ്ടാമതൊരു പാർട്ടായിട്ട് ചെയ്യേണ്ടി വന്നത്. പിന്നെ ടിനു ജോർജ് പാസ്റ്റർ പരിഹസിച്ചവർ, കല്ലെറിഞ്ഞവർ യാഥാർത്ഥ്യം തിരിച്ചറിയുക എന്നുള്ള ലക്ഷ്യത്തിൽ താങ്കളുടെ ചെറിയൊരു ഷോർട്ട് വീഡിയോ, ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടുകയുണ്ടായി. അതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ ഒരു പാട്ട് ഇട്ടിട്ടുണ്ട്. ആ പാട്ട് നമുക്കിന്ന് കേൾക്കാം. ഒരു ശാപവും നിന്നെ തൊടുകയില്ല, ഒരു രോഗവും നിന്നെ തളർത്തുകയില്ല. ഒരു ശാപവും ഇനി ഭരിക്കയില്ല. ഞാനൊരു 2 സംശയം ചോദിച്ചോട്ടെ. ഒന്ന്, താങ്കളെ പറഞ്ഞല്ലോ സഭയ്ക്ക് പണം കൊടുക്കാതെയും ദശാംശം കൊടുക്കാതെയും ഇരിക്കുന്നവൻ്റെ അവരുടെ പ്രോസ്പെരിറ്റിയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് ശപിച്ചൊരു വാക്ക് പറഞ്ഞല്ലോ. ആ ശാപം അവർക്ക് ഫലിക്കയില്ല എന്നാണോ ഉദ്ദേശിച്ചത്? അതോ താങ്കൾ പറഞ്ഞതുപോലെ താങ്കളുടെ റൂമിൽ കടന്നു വന്നൊരു കർത്താവ് പറഞ്ഞല്ലോ, ഏത് കർത്താവ് എനിക്കറിയില്ല, ഒരു കർത്താവ് പറഞ്ഞല്ലോ, ആ കർത്താവ് താങ്കളോട് പറഞ്ഞില്ലേ, നിൻ്റെ കുടുംബത്തിൽ നിന്നും നിൻ്റെ തലമുറയിൽ നിന്നും ഈ തിന്മ വിട്ടുമാറുകയില്ല എന്ന് പറഞ്ഞില്ല? അതൊരു ശാപമല്ലേ? ആ ശാപം ഏൽക്കുകയല്ലെന്നാണോ പറഞ്ഞത്? മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ശാപം എന്ന് പറയാമെങ്കിൽ അതിൻ്റെ ഒരു റെമഡി ഞാൻ പറയാം. അത് പറയുക എങ്കിൽ ഞാനത് പറയാം, ഇല്ലാത്ത പക്ഷം ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല. ഒരു കാര്യം ബോധ്യമായല്ലോ. ഒന്ന്, താങ്കൾ ജനത്തെ ശപിച്ചു. 2, കർത്താവ് താങ്കളെയും കുടുംബത്തെ ശപിച്ചു. ഇതിൽ ഏത് ശാപമാണ് ഫലിക്കയില്ല എന്ന് ഇതിൻ്റെ തലക്കെട്ടിൽ പാട്ടിട്ടിരിക്കുന്നത്? അതാണ് അറിയേണ്ടത്. രണ്ടാമത് താങ്കളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതായത് എന്നെ അകലം വിട്ട് നിൽക്കുന്നവർ, എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ എന്നെ ഒരിക്കൽ അവരറിയുവാൻ ഇടവരട്ടെ. അകലം മാറി നിൽക്കുന്നവർക്കും അകലം വിട്ട് അനുഗമിക്കുന്നവർക്കും അതറിഞ്ഞുകൂടാ. അവർക്കും എപ്പോഴെങ്കിലുമൊക്കെ അറിയാൻ ദൈവം അവസരം കൊടുക്കട്ടെ. പാസ്റ്ററെ, ഇനി ഇടവരേണ്ട ആവശ്യമില്ല. അത് ഇടവന്നു, മനസ്സിലാക്കി കഴിഞ്ഞു. അതിനൊരു കാരണമുണ്ട്. ഇപ്പോൾ സെക്കുലറായിട്ട് പറയുകയാണെങ്കിൽ ഏതൊരു കൊള്ള സംഘവും അവർ കൊലപാതകമോ മോഷണമോ ഏതെങ്കിലും ഒരു കൊള്ള പരിപാടി അവർ ചെയ്താൽ അതിനകത്ത് ഒരു അബദ്ധം അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിരിക്കും. ആ അബദ്ധത്തെ പിടിച്ചു വെച്ചുകൊണ്ടാണ് അന്വേഷണ വിഭാഗം അതിനെ തെളിയിച്ചു കൊണ്ടുവരുന്നത്. ഒരബദ്ധം നമ്മുടെ യേശുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിലും അങ്ങനെ അബദ്ധം സംഭവിച്ചു. അതായത് യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞു, ഞാൻ മരിച്ച് 3 ദിവസങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ റോമ അധികാരികൾ ഈ വാക്ക് ഓർമ്മ വന്നിട്ട് അവരുടെ മനസ്സിൽ വന്നിട്ട് രാത്രിയിൽ ആരെങ്കിലും ഒരു ശിഷ്യന്മാർ വന്ന് ഇവൻ്റെ ബോഡി എടുത്തുകൊണ്ട് പോയിട്ട് ഇവൻ ഉയർത്തെഴുന്നേറ്റ് പോയി എന്ന് പറഞ്ഞാൽ ജനം അത് വിശ്വസിക്കും. കാരണം കല്ലറ ശൂന്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പണം കൊടുത്ത്, ശമ്പളം കൊടുത്ത് രാത്രിയിൽ കാവൽക്കാരെ ഇരുത്തി. കേൾക്കണം, കാവൽക്കാരെ ഇരുത്തി അവർക്ക് ശമ്പളം കൊടുത്താൽ. പക്ഷേ 3-ാം ദിവസം പ്രഭാതത്തിൽ വന്നപ്പോൾ യേശു അവിടെയില്ല. അപ്പോൾ സംഭവം ചീറ്റിപ്പോയി, അവരുടെ പദ്ധതി ചീറ്റിപ്പോയി. കുറച്ച് പേർക്ക് ശമ്പളം കൊടുത്തത് വെറുതെ ആയിപ്പോയി. പക്ഷെ അവർക്ക് പെട്ടെന്നൊരു ബുദ്ധി വന്ന്, എന്ത് ബുദ്ധി? കുബുദ്ധി. ആ ബുദ്ധി അവരെ വലിയ വിഡ്ഢിത്തത്തിലേക്ക് നയിച്ചു. ഞാൻ പറയാം, അത് വിഡ്ഢിത്തരം ഞാൻ തെളിയിക്കാം. അതായത് അവരോട് പറയുക, ഞങ്ങൾ അല്പം ഒന്ന് ഉറങ്ങിപ്പോയി, ആ സമയത്ത് ആരോ വന്ന് ബോഡി എടുത്തോണ്ട് പോയി എന്ന് പറയണം. നോക്കണം, അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളം കൂടാതെ എക്സ്ട്രാ പണം തരാം.
നോക്കണേ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരു കാവൽ പടയാളിയുടെ ഏറ്റവും പ്രധാന ദൗത്യമെന്താ? അവൻ സൂക്ഷിക്കേണ്ടതെന്താ? അവൻ ചെയ്യേണ്ടതെന്താ? അവൻ ചെയ്യരുതെന്താ? പറയാം, രാത്രിയിൽ ഒരുപോലെ കണ്ണുപോലും അവൻ അടയ്ക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവൻ്റെ ജോലിയോടുള്ള അവിശ്വസ്തതയും അവനെ ജോലിക്ക് വിളിച്ചവരെ അവൻ വിഡ്ഢിയും കൂടെ ആക്കുകയാണ്. മനസ്സിലാക്കണം. എടാ, നിന്നെ കാവലിരിക്കാനല്ല നിന്നെ വിളിച്ചത്. നീ കിടന്ന് ഉറങ്ങിയത് അതിനകത്ത് വീട്ടിൽ കിടന്നുറങ്ങാൻ പാടില്ലായിരുന്നോ? മനസ്സിലാക്കണം, വീട്ടിൽ കിടന്നുറങ്ങാൻ പാടില്ലായിരുന്നോ? അപ്പം നീ ഉറങ്ങിയത് തെറ്റായിപ്പോയി. സത്യത്തിൽ ഈ അധികാരികൾ ആ ഉറങ്ങിയവരെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. മറിച്ച് ഉറങ്ങിയതിന് അവർക്ക് ശമ്പളം കൊടുക്കുക. നോക്കിക്കുക, വിഡ്ഢിത്തരം പോയി പോക്കേ. ഉറങ്ങിയതിന് അവർക്ക് ശമ്പളം കൊടുക്കുക. മനസ്സിലായല്ലോ? അതിന് യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യം പുറത്ത് വരാതിരിക്കാൻ വേണ്ടി ആ യേശുവിനെതിരെ ഇവന് മെനഞ്ഞ കഥയ്ക്കകത്തുള്ള വിഡ്ഢിത്തരം ഞാനീ പറഞ്ഞു വരുന്നത്. അപ്പം മനസ്സിലാക്കുക, ദൈവിക കാര്യങ്ങൾക്കും സത്യങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിരുദ്ധമായി എന്ത് ചെയ്താലും അതിൻ്റെ പിന്നിലൊരു വിഡ്ഢിത്തരം ഉണ്ടായിരിക്കും. അത് സത്യമുള്ളിടത്തോളം കാലം അത് നിലനിൽക്കും. അത് സ്പഷ്ടമായ കാര്യം തന്നെയാണ്. ഇവിടെ പറ്റിയ വിഡ്ഢിത്തരം പലതാണ്. അത് ഏറ്റവും ഞാൻ പറയട്ടെ, ഇനി ഇദ്ദേഹത്തിൻ്റെ സഭയിൽ തനിക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കിയവരെ ശപിച്ചു എന്നതിനേക്കാൾ ഏറ്റവും വലിയ ശാപമായി പോയത് കർത്താവിൻ്റെ ശബ്ദമാണെന്നും പറഞ്ഞ് അദ്ദേഹം തന്നെ സംസാരിച്ചിട്ട് അത് പൊതുജന സമക്ഷത്ത് അവതരിപ്പിച്ചത് വലിയൊരു തെറ്റ്. അവതരണ ശൈലിയിൽ വലിയൊരു വിഡ്ഢിത്തം. അവസാനം വന്നപ്പോൾ അത് ആർക്ക് വന്ന്? താങ്കളോട് താങ്കളുടെ മുറിയിൽ വന്ന കാര്യം എന്തിനാ ജനമേറ്റെടുക്കുന്നേ? അതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് ആരോട് പറഞ്ഞേ? നിൻ്റെ കുടുംബത്തിൽ നിന്നും തലമുറയിൽ നിന്നും ഈ തിന്മ ഒരിക്കലും നീങ്ങിപ്പോകയില്ല. അതൊരു പ്രസ്താവനയാണേ, മനസ്സിലാക്കുക, അതൊരു പ്രസ്താവനയാണ്. 50-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വാക്യത്തിൽ ദൈവം ഒരു കാര്യം പറയുന്നുണ്ട്. ദൈവത്തെ മറക്കുന്നവർ ഓർത്തുകൊള്ളുവിൻ, അവൻ വലിച്ചു കയറും, വിടുവിപ്പാൻ ആരും ഉണ്ടായിരിക്കത്തില്ല. അതൊരു പ്രസ്താവനയാണ്. അതേസമയത്ത് അപ്പോസ്തല പ്രവൃത്തിയിൽ ശിമയോൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ അപ്പോസ്തലന്മാരുടെ അടുക്കൽ വന്ന് ഈ ദൈവകൃപയെ പരിശുദ്ധാത്മാവിനെ ദ്രവ്യം കൊടുത്ത് വാങ്ങാൻ ആഗ്രഹിച്ചു. അപ്പോൾ അപ്പോസ്തലന്മാർ ഒരു കാര്യം തന്നോട് പറഞ്ഞു, നിൻ്റെ പണം നിന്നോട് കൂടി നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞൊരു അതൊരു ശാപത്തിൻ്റെ വാക്കാണ്. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഈ ശിമയോൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോസ്തലന്മാരെന്താ പറഞ്ഞേ? നീ കർത്താവിനോട് മാപ്പ് പറഞ്ഞ് പ്രാർത്ഥിക്കൂ, ഒരു പക്ഷേ ക്ഷമിക്കുമായിരിക്കാം. നോക്കിക്കേ, അപ്പോൾ അവർ നടത്തിയ ആ ശാപത്തിൻ്റെ വാക്കുകൾ പ്രസ്താവനയല്ല, ഒരു സാധ്യതയാണ്. 50-ാം സങ്കീർത്തനത്തിൽ വന്നത് സാധ്യതയല്ല, പ്രസ്താവനയാണ്. എന്നാൽ ഇവിടെ ടിനു ജോർജ് പാസ്റ്ററുടെ മുറിയിൽ താൻ പറയുന്ന കർത്താവ്, ശ്രദ്ധിക്കണേ, കമൻ്റ് ഇടുന്നവർ ശ്രദ്ധിക്കണേ, ഇദ്ദേഹം പറയുന്ന കർത്താവ് തന്നോടൊരു പ്രസ്താവന നടത്തിയത് എന്തുവാ? നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ തലമുറയിൽ നിന്നും തിന്മ നീങ്ങിപ്പോകയില്ല. നോക്കിക്കേ, അവതരിപ്പിച്ച് വന്ന മെനഞ്ഞുണ്ടാക്കിയ കഥയിൽ വന്ന വിഡ്ഢിതരം നോക്കിക്കേ. അപ്പോൾ ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചുകൊണ്ട് ഞാൻ അധികം വിശദീകരിക്കില്ല. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്, താങ്കൾ പറഞ്ഞല്ലോ, അവർക്കും അകലം വിട്ട് നിൽക്കുന്നവർക്ക് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ഒരു സമയം കൊടുക്കണമേ. അത് കിട്ടി, താങ്കളെ ജനം മനസ്സിലാക്കുകയും ചെയ്തു. ഇനി താങ്കൾക്കുള്ള ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത്, സംഭവിച്ച തെറ്റ് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, സഭയിലുള്ള വിശ്വാസികളുടെ അഭിവൃദ്ധിയെ ബ്ലോക്ക് ചെയ്ത് താങ്കൾ പ്രസ്താവിച്ച വാക്കുകൾ, അങ്ങനൊന്നും പ്രസ്താവിച്ചാലൊന്നും ബ്ലോക്ക് ചെയ്താലൊന്നും നടക്കുന്ന കാര്യമല്ല, എങ്കിലും കേൾവിക്കാർക്കൊരു വിഷമം തോന്നും. 2, ഞാൻ പറഞ്ഞാൽ വിസ വരും, ഞാൻ പറഞ്ഞാൽ ക്യാൻസർ മാറും. എന്നാലും ഞാനാരാ? ഇതാരേ ഞാൻ? നമുക്ക് നേരെ പോകാം യെശയ്യാ പ്രവചനം 28-ാം അധ്യായത്തിലേക്കോ യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലേക്കോ പോകാം. ഞാൻ അത്യുന്നതനോട് സമനാകും. ഞാൻ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള പദവിയിൽ നിന്നുകൊണ്ട് ഞാനെന്ന് പറയുമ്പോൾ എന്താണ് അങ്ങനെ പറയാൻ താങ്കളെ പ്രേരിപ്പിച്ചത്? ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഞാനിവിടെ ഞാൻ എന്ന് പറയുന്നുണ്ടേ, ഇത് ഈ ഒരു പൊസിഷനിൽ നിന്ന് പറയുന്നതല്ല, ഞാൻ എന്നെക്കുറിച്ച് പറയുന്നൊരു കാര്യമാണ്. ഞാനൊരു സ്ഥാനത്ത് നിന്നുകൊണ്ട് പറയുന്നതല്ല. എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം, ഇങ്ങനെയുള്ള പ്രവണതകളെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്യാൻ നിർബന്ധിത അവസ്ഥയിൽ എത്തിച്ചത് ഇവിടുത്തെ ആത്മീയലോകമാണ്. അതിന് 2-3 കാരണങ്ങൾ പറയാം. ഒന്ന്, പണമില്ലാത്തവർക്ക് ഈ ഫീൽഡിൽ യാതൊരു അംഗീകാരവും വിലയുമില്ല. എത്ര കൃപയുണ്ടെന്ന് പറഞ്ഞാലും പണമില്ലേ, അംഗീകരിക്കത്തില്ല. ഇനി പണമുണ്ടെങ്കിൽ
കൃപ വേണമെന്നുമില്ല. അതാണ് എൻ്റെ വേറെ സത്യം. അവർക്ക് സ്റ്റേജിൽ ഒരു പ്രത്യേക സീറ്റുണ്ട്. ഞാൻ അതിലൊന്നും എതിർത്തല്ല പറയുന്നത്. ബഹുമാനിക്കേണ്ടവർ നമ്മൾ ബഹുമാനിക്കണം, നല്ലത് തന്നെ. പക്ഷേ പണത്തിനാണോ കൃപയ്ക്കാണോ വില കൊടുക്കുന്നത്? 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൻ്റെ 4-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യയിലെ വിശ്വാസികളെ നോക്കിയൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ഇത്ര വേഗം ക്ഷണത്തിൽ ഇത്ര വേഗം നിങ്ങൾ സമ്പന്നന്മാരായോ? ഞങ്ങൾ നിങ്ങളെ വാഴേണ്ടതിന് പകരം ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ വാഴേണ്ടുന്ന അവസ്ഥയിലെത്തി. നോക്കണം. പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങളിലുള്ള ദൈവകൃപ കണ്ടിട്ട് സന്തോഷം. ദൈവകൃപ കണ്ടിട്ട് ഒരു പ്രാവശ്യം വന്ന് തിരിച്ചു പോയി രണ്ടാമത്തെ വരവിൽ അവരിലുള്ള ദൈവകൃപ കണ്ടപ്പോൾ സന്തോഷം. അല്ലാതെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ നിങ്ങളുടെ മുറ്റത്തൊരു സൈക്കിളാണ് ഇരിക്കുന്നത് കണ്ട് ഇപ്പോൾ നല്ല വിലപിടിപ്പുള്ള ഒരു ബൈക്ക് ഇരിക്കുന്ന കണ്ടിട്ടുള്ള സന്തോഷമല്ല. കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ മുറ്റത്ത് വന്നപ്പോൾ ഞാനൊരു ബൈക്കാണ് കണ്ടത്. ഈ പ്രാവശ്യം വന്നപ്പോൾ ഒരു കാറ് കണ്ടിട്ടുള്ള സന്തോഷമല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വന്നപ്പോൾ ഒരു മാരുതി 800 കണ്ട്. ഇപ്പോൾ കിടക്കുന്നു BMW കിടക്കുന്നു, അത് കണ്ടിട്ടുള്ള സന്തോഷമല്ല. ദൈവകൃപ കണ്ടിട്ടുള്ള സന്തോഷം. ഇത് എത്ര പേർക്ക് അങ്ങനെ ഉണ്ട്? പൗലോസിനോട് കൊരിന്ത്യർ വിശ്വാസികൾ പറയാൻ സാധ്യതയുള്ള കാര്യമുണ്ട്. ഏത്? ഇന്നത്തെ കാലമായിരുന്നുവെങ്കിൽ പാസ്റ്ററുടെ യോഗത്തിലല്ലേ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടെ? അതെ, അന്ന് പാസ്റ്റർക്ക് എന്തായിരുന്നു ജോലി? കൂടാരപ്പണി. ഇന്ന് പാസ്റ്റർക്ക് എന്താ പണി? കൂടാരപ്പണി. ഞാൻ പാസ്റ്ററെ വിളിച്ച ദൈവമാ, പാസ്റ്ററുടെ കയ്യിലിരിപ്പ് കൊണ്ടാ ഇന്നും കൂടാരപ്പണിയില്ലേ? നോക്കിക്കേ, ഇന്നും കൂടാരപ്പണി. പാസ്റ്ററുടെ ശുശ്രൂഷ രക്ഷിക്കപ്പെട്ട് ഞങ്ങൾ സമ്പന്നരായെന്നേ. ഇന്നത്തെ ആത്മീയ ലോകമാണെങ്കിൽ പൗലോസിനെ പോലെ ദൈവകൃപയുള്ളവനും അധ്വാനിച്ച് ജീവിക്കുന്നവനും വിയർപ്പിൻ്റെ മണമുള്ളവനുമായ ഒരുവൻ സഭയിൽ കടന്നു വന്നാൽ പ്രസംഗിക്കാൻ അവസരം കൊടുക്കുമോ? ശുശ്രൂഷയ്ക്ക് അവസരം കൊടുക്കുമോ? അഥവാ ശുശ്രൂഷിച്ചാൽ അംഗീകാരം കൊടുക്കുമോ? ഉണ്ടാകത്തില്ല. എനിക്കുണ്ടായിട്ടുണ്ട് അനുഭവം. എന്നെ ശുശ്രൂഷയ്ക്കായി വിളിച്ചു വരുത്തിയൊരു സ്ഥലത്ത്, കേരളത്തിൽ കോലഞ്ചേരിക്കടുത്ത് പുത്തൻകുരിശ് എന്ന് പറയുന്ന സ്ഥലത്തൊരു സ്ഥാപനത്തിൽ എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് ആ നിമിഷം അരമണിക്കൂർ മുമ്പ് അമേരിക്കയിൽ നിന്ന് ഒരു കുടുംബം വന്നു പോയി. അയ്യോ, അവിടുന്ന് വന്ന അച്ചായനും അമ്മാമയ്ക്കും കൊച്ചുങ്ങൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം പാട്ടുപാടി കഥ പറയാനുള്ള അവസരം കൊടുത്തിട്ട് എന്നെ അവിടെ നോക്കുകുത്തി പോലെ ഇരുത്തി. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ മനസ്സിലേക്ക് അന്നേരം ഒരു ചിന്ത കയറി വന്നു. എൻ്റെ മനസ്സിലേക്ക് വന്ന ചിന്ത ഇങ്ങനെയാണ്. എൻ്റെ ഉള്ളിലേക്ക് ആരോ പറയാം, നീ ഭാരപ്പെടണ്ട, ഇന്നത്തെ കാലത്ത് ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. ദൈവമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, എൻ്റെ മനസ്സിൽ എന്നോട് പറഞ്ഞ കാര്യം. ഒരു സഭയിലേക്ക് 2 അതിഥികൾ ചെന്നു. ഒരാൾ ഇടത്തിരുന്നു, ഒരാൾ പാസ്റ്ററുടെ വലത്തിരുന്നു. 2 പേരെ ഈ പാസ്റ്റർക്ക് പരിചയമില്ല. ഇടത്തിരുന്ന ആളോട് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നത്? ഞാനിപ്പോൾ വരുന്നത് USA എന്നാണ്. ആണോ? ഏതൊക്കെ രാജ്യത്ത് പോയിട്ടുണ്ട്? ഞാൻ ഒത്തിരി രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. ആണോ? അപ്പോൾ ഇവിടെ ഇരുന്ന ആളോട് ചോദിച്ചു, എവിടുന്ന്, എന്താ പരിപാടി? അപ്പോൾ വേഷമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി മുഷിഞ്ഞ വേഷം, അതൊരു കൂലിപ്പണിക്കാരനാണ്. ചോദിച്ചു, എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലിസ്റ്റ് പറഞ്ഞല്ലോ, ഇടത് സൈഡിൽ നിന്ന് ആളുടെ ലിസ്റ്റ് പറഞ്ഞല്ലോ. അന്നേരം പറഞ്ഞു, ഞാൻ 3-ാം സ്വർഗത്തോളം വരെ ഒന്ന് പോയതുള്ളൂ. അപ്പം സംഭവം മനസ്സിലായി, പൗലോസാണെന്ന് മനസ്സിലായി. സംഭവം ആൾ പൗലോസാണ്. പിന്നെ വിയർപ്പിൻ്റെ മണം വന്ന ഈ കൂടാരപ്പണിയാണല്ലോ. പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടതുപോലെ അലക്കിയൊന്നും കുളിക്കാനൊന്നും പറ്റിയില്ല. വൃത്തികെട്ടല്ല, ഉള്ളത് അലക്കിയാണ്, എങ്കിലും കൂലിപ്പണിയൊക്കെ ആയിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ചിന്തിച്ചു, ഇവിടെ സമയം കൊടുത്താൽ പോകാൻ നേരത്ത് വണ്ടിക്കൂലി അങ്ങോട്ട് കൊടുത്തു വിടണം, കാരണം കൂലിപ്പണിക്കാരനാണ്. ഇവിടെ അവസരം കൊടുത്താൽ പോകാൻ നേരത്ത് ഇങ്ങോട്ട് തരും, കാരണം വരവ് അമേരിക്കയിൽ നിന്നാണ്. ഇത് എൻ്റെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഞാനൊന്ന് ചിരിച്ചു, എനിക്ക് സന്തോഷം തോന്നി. ഞാൻ അവിടെ നിന്ന് പോന്നു. ഇതല്ല ഇന്നത്തെ ആത്മീയ ലോകം. അപ്പോൾ അതുകൊണ്ട് ദൈവദാസന്മാർക്ക് പണമില്ലെങ്കിൽ, എത്ര കൃപയുണ്ടെങ്കിലും അംഗീകാരമില്ലാത്ത ഈ ലോകത്തിൽ എങ്ങനെയും പണമുണ്ടാക്കണം എന്നുള്ള വ്യഗ്രത മനുഷ്യൻ്റെ ഉള്ളിൽ വന്നത് തെറ്റല്ല, സമൂഹം വരുത്തിക്കുട്ടിയതാണ്. മനസ്സിലായല്ലോ? അപ്പോൾ എനിക്ക് പണം ഉണ്ടാക്കണം, എങ്ങനെയും പണം ഉണ്ടാക്കണം. ഞാനൊന്ന് പറയട്ടെ, എന്നെപ്പോലെയൊക്കെ ഉള്ളവർ ആരൊക്കെ അതിനകത്ത് ചില കമൻ്റ് ഇട്ടിട്ട് ഞാനൊന്നും പറയുന്നില്ല, വായിച്ച് നോക്കിയാൽ അറിയാം. കഴിവില്ലാത്തത് കൊണ്ടല്ല. ഒരു പക്ഷേങ്കിൽ ദൈവഭയം ഉള്ളിൽ നിന്നുകൊണ്ട് മാറ്റിവെച്ചാൽ നിങ്ങളൊക്കെ ഇറക്കുന്നതിനേക്കാൾ വലിയ തരികട ഇറക്കാനുള്ളതായ കുബുദ്ധി ഉണ്ടെന്ന് കൂട്ടിക്കോ. പക്ഷെ കർത്താവിൻ്റെ നിമിത്തം എല്ലാം മരവിപ്പിച്ചിട്ടിട്ട് നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല എന്ന് പറഞ്ഞാൽ
ഒരു നന്മ എനിക്ക് കിട്ടിയോ അത് നിന്നിലൂടെ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിതത്തിൻ്റെ അവസാനം വരെ എന്തും സഹിപ്പാൻ ഒരുക്കത്തോട് സമർപ്പിക്കപ്പെട്ട ചില ദൈവദാസന്മാരൊക്കെ ഉണ്ടേ. ആ കൂട്ടത്തിൽ ഒരാളാണെന്നും കൂടി കരുതിക്കോ. അനുഭവം അങ്ങനെയൊക്കെയാണ്. ഒത്തിരി അനുഭവം പറയാനുണ്ട്. ജീവിതത്തിൻ്റെ സമൃദ്ധിയല്ല എന്നെ ഇതിലേക്ക് ഇറങ്ങി തിരിച്ച്, ജീവിതത്തിൽ അനുഭവിച്ച വ്യതകളും പട്ടിണിയുമാണ് എന്നെ ഇതിലേക്ക് ഇറങ്ങി തിരിക്കാൻ പ്രേരിപ്പിച്ചത്. അത് ഞാനായിട്ടല്ല, എൻ്റെ പിതാവിൻ്റെ കാലം മുതൽ. വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയട്ടെ, ഇങ്ങനെയൊക്കെ തരികട കാണിച്ച് പണം ഉണ്ടാക്കാൻ അറിയില്ലാത്തത് കൊണ്ടാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. മത്തായി 12:37 എന്ന് പറയുന്നത്, മനുഷ്യൻ പറയുന്ന ഏതൊരു നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ നിസ്സാര വാക്കിന് അങ്ങനെ ചെയ്യേണ്ടി വരുമെങ്കിൽ പ്രവൃത്തിക്ക് എത്രയധികം ചെയ്യേണ്ടി വരും. ഈ ഭയമൊക്കെ ഉള്ളത് കൊണ്ടാണ് പണമില്ലേലും വേണ്ടില്ല, കൃപ മതി, ആ ഒരു ചിന്ത വന്നത്. അപ്പോൾ അവിടെ ഒന്ന് പണം വേണം. ഇനി അതെങ്ങനെ ഉണ്ടാക്കും? അതിൻ്റെ അടുത്തൊരു റീസൺ കൂടി പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ ചിലപ്പോൾ ആദ്യം ചോദിക്കുന്നത് ഏതാ ഡിഗ്രി? എന്നോട് അങ്ങനെ ചോദിച്ചു. എന്നെ മൂവാറ്റുപുഴയിലുള്ള സ്ഥാപനത്തിൽ ഒന്നും പറയുന്നില്ല, ശുശ്രൂഷയ്ക്ക് വിളിച്ചു. എൻ്റെ വലിയ പരിചയമൊന്നുമില്ലാത്തത് കൊണ്ട് സ്പെയറായിട്ട് ഒരാളെ കൂടെ വെച്ചു. ഈ കപ്പൽ മുങ്ങിയാൽ ലൈഫ് ബോട്ടും കൂടെ വേണമല്ലോ രക്ഷപ്പെടാനായിട്ട്. ഏതായാലും എനിക്ക് ആദ്യം സമയം തന്നു. ഞാൻ അവരെന്നോട് വിളിച്ചപ്പോൾ പറഞ്ഞതിനേക്കാൾ പകുതിയിൽ താഴെ സമയമാണ് എനിക്ക് അനുവദിച്ചു തരുന്നത്. ഞാൻ പെട്ടെന്നൊരു വാക്യം വായിച്ച് ദൈവം തന്ന ചിന്തകൾ പറഞ്ഞപ്പോൾ തന്നെ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പുറകെ ഇരുന്ന ആൾ പയ്യനെ തോണ്ടിയിട്ട് മുഴുവൻ സമയം എടുത്തോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, പബ്ലിക്കിൽ എനിക്കൊരു സമയം പറഞ്ഞു തന്നിട്ടുണ്ട്, എനിക്കത് മതി. അതിൻ്റെ കാരണമുണ്ട്. എന്നോട് ചോദിച്ചു ഏതാ ഡിഗ്രി എന്ന് ചോദിച്ചു, ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിച്ചു. മനസ്സിലാക്കണേ, അത് പറയാനാണ് ഞാൻ പുറകോട്ട് ഇറങ്ങി തിരിച്ചേ. അത് പറയാനാണ്. അപ്പോൾ ഡിഗ്രി ഇല്ല എങ്കിൽ അംഗീകാരം ഇല്ലെന്നുള്ള കാര്യം എനിക്ക് അപ്പോഴും മനസ്സിലായി. അപ്പോൾ ഞാൻ പറയട്ടെ, ഇന്നത്തെ കാലത്ത് ഒരു 4 വർഷമെങ്കിലും ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചവരെങ്കിൽ ഒരു ഡിഗ്രി എടുക്കണമെങ്കിൽ ഏകദേശം എത്രയാണെന്നൊന്ന് കണക്ക് കൂട്ടിക്കും. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ, എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ ഡിഗ്രി എടുത്ത് പണം മുടവാക്കി 10,000-ങ്ങളോ ലക്ഷങ്ങളോ മുടക്കി ഡിഗ്രി എടുത്തിട്ട് വന്ന ഒരു വ്യക്തി തൻ്റെ ഈ മുടക്ക് പണം എങ്ങനെ തിരിച്ചു പിടിക്കും? വീട്ടിലൊരു പെൺകുട്ടിക്ക് മകൾക്ക് 8 ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് നേഴ്സിംഗിന് പഠിപ്പിക്കാൻ പോയാൽ അവിടെ അത് പഠിച്ച് പുറത്തിറങ്ങിയിട്ട് ഏതെങ്കിലും സ്ഥാപനത്തിൽ ജോലി ചെയ്ത് 8 ലക്ഷം തിരിച്ചു പിടിച്ച് പിതാവിൻ്റെ കയ്യിൽ കൊടുക്കും, അല്ലെങ്കിൽ ബാങ്കിൽ അടയ്ക്കും. അതിനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഈ 10,000-ങ്ങളും ലക്ഷങ്ങളും മുടക്കി ഡിഗ്രി എടുത്തുകൊണ്ട് വരുന്ന ഒരു തിയോളജിയൻ ഈ പണം എങ്ങനെ തിരിച്ചു പിടിക്കും? മനസ്സിലാക്കണം. എല്ലാവർക്കും പ്രസംഗിക്കാനുള്ള ക്ലാസ് എടുക്കാനുള്ള കഴിവില്ല. എല്ലാവർക്കും ബൈബിൾ കോളേജിൽ അധ്യാപകനാകാനുള്ളതായ അവസരം കിട്ടിയെന്ന് വരില്ല. എല്ലാവർക്കും പുസ്തകം എഴുതാൻ കഴിഞ്ഞെന്ന് വരില്ല. ഈ മുടക്കിയ പണം തിരിച്ചു പിടിക്കണമെങ്കിൽ പിന്നെ ഏക മാർഗം കിട്ടുന്ന രീതിയിൽ അഴിയട്ടെ. സഹോദരി, നിന്നിൽ ഞാനും ഒരു അത് കാണുന്നു, ഇത് കാണുന്നു, നിൻ്റെ നടുവിന് വേദന, കാലിന് വേദന, പല്ലിന് വേദന, ഈ വേദനയെല്ലാം പറഞ്ഞ് അഴിയട്ടെ പൊട്ടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കാനേ പറ്റത്തുള്ളൂ. മനസ്സിലാക്കണേ. ഇതൊന്നും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അത്ഭുതമുണ്ട്, അടയാളമുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്നും വീഡിയോയുടെ ദൈർഘ്യം കൂടും എന്നതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇടുന്നില്ല. ഞാൻ 1-2 വീഡിയോയിലേക്ക് ഇട്ടിട്ടുണ്ട്. അത്ഭുതങ്ങളെ അടയാളങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സിന് എടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനവിടെ വലിച്ചിഴയ്ക്കുന്നില്ല. അപ്പോൾ ഈ ഡിഗ്രി എടുക്കുവാൻ നിർബന്ധിത അവസ്ഥയിൽ എത്തിച്ച് ഇന്നത്തെ പ്രസ്ഥാനങ്ങളും ആത്മീയ ലോകമാണ് അങ്ങനെ ആക്കി തീർത്തെന്ന് മനസ്സിലാക്കണം. അങ്ങനെ പണം മുടക്കി ഒരു ഡിഗ്രി എടുത്താൽ മുടക്കിയ പണം തിരിച്ചു പിടിക്കാൻ ഇതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ലല്ലോ. മാർഗ്ഗമില്ല. നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലാണെങ്കിൽ അവർക്ക് സെക്കുലർ കോളേജിൽ സ്കൂളിലൊക്കെ അധ്യാപകരായി ജോലി കിട്ടും. കേരളത്തിൽ എന്താ കിട്ടാനാണ്? അവിടുത്തെ ബി.ടി.എച്ച് കൊണ്ടോ ഇവിടുത്തെ ബി.ഡി കൊണ്ടൊക്കെ എന്താ കിട്ടാനാ? അതും കിട്ടാനില്ല. അപ്പോൾ ഇത് തിരിച്ചു പിടിക്കാൻ ഏക മാർഗ്ഗം ഇത്രേ ഉള്ളൂ. അഴിയട്ടെ പൊട്ടട്ടെ. ഞാൻ കാണുന്നു, അങ്ങനെ കാണുന്നു, ഇങ്ങനെ കാണുന്നു. നിങ്ങളെക്കാൾ അധികം പ്രവാചകന്മാരെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചിട്ടുള്ള ആളാണ് ഞാനത് കണ്ടിട്ടുണ്ട്, എനിക്കറിയുകയും ചെയ്യാം. ഞാൻ വളരെ ഭയത്തോടെ കാണുന്നൊരു ശുശ്രൂഷയാണത്. അതുപോലെ തന്നെ സ്പോട്ടിൽ ദൈവപ്രവൃത്തി എന്താണെന്ന് കണ്ടിട്ടുള്ള ആളാണ്. പക്ഷേ ഈ സ്റ്റേജിൽ കയറി നിന്ന് ഈ പൊട്ടട്ടെ അഴിയട്ടെ എന്ന് പറയുന്ന ശുശ്രൂഷയൊന്നും ദൈവം അനുവദിക്കുന്ന ശുശ്രൂഷയല്ല. കാരണം ഈ കെട്ടും പൂട്ടും ഒക്കെ വീഴാണ്ട് കാരണമുണ്ട്. മനസ്സിലായോ? ഒരുവൻ്റെ കാലിൽ ഒരു മുള്ള് കയറി, ആ മുള്ള് കയറി അതോടെ ഇരിക്കുന്നുണ്ട്, അത് പഴുത്ത് അത് വളരെ വ്രണമായി മാറി. അവിടുന്ന് പുറത്ത് നിന്ന് മരുന്നും വെച്ച് കെട്ടി വിട്ടാലൊന്നും പഴുപ്പ് മാറത്തില്ല. ഈ പഴുപ്പ് വരാൻ്റെ കാരണമുണ്ട്. അകത്തൊരു വിഷമുള്ളിരിപ്പുണ്ട്, ഏതോ വിഷച്ചെടിയുടെ മുള്ളിരിപ്പുണ്ട്. ആ മുള്ള് നിമിത്തമാണ് പഴുപ്പ് വന്നതെങ്കിൽ ആ മുള്ള് അവിടെ നിന്ന് എടുത്ത് മാറ്റിയെങ്കിലേ പഴുപ്പ് മാറത്തുള്ളൂ. ഇതുപോലെ തന്നെയാണ് കെട്ടും പൂട്ടുമൊക്കെ വരണമെങ്കിൽ ഒരു കാരണമുണ്ട്. സക്കായുടെ ജീവിതത്തിൽ അതായിരുന്നല്ലോ. അർഹിക്കാത്ത പണം മേടിച്ച് വീട്ടിനകത്ത് വെച്ചതായിരുന്നു കെട്ട്. അത് 4 ഇരട്ടി കൊടുത്താക്കാന്ന് പറഞ്ഞപ്പോൾ മടക്കി കൊടുത്തേക്കാന്ന് പറഞ്ഞപ്പോൾ കെട്ടും പൊട്ടി. ആരും തലയെ കൈവച്ചില്ല, കുലുക്കിയില്ല, ശാസിച്ചില്ല, വലസിച്ചില്ല.
അപ്പോൾ സക്കായിയുടെ കുടുംബത്തിൽ അന്ന് രക്ഷപ്പെടാനുള്ള കാരണം താനായിട്ട് കെട്ടിവെച്ചതാണ്. അവിടെ ഇരട്ടി മേടിച്ച് വെച്ചിരിക്കുന്നത്, അതിന് 4 ഇരട്ടി കൊടുക്കാൻ ഇപ്പോൾ കെട്ടുപൊട്ടി. അപ്പോൾ ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞാൻ അതിനൊന്നും എതിരല്ല. അപ്പോൾ ഒന്ന്, പണം, എങ്ങനെയും പണം ഉണ്ടാക്കിയെങ്കിലേ ഈ ഫീൽഡിൽ ക്ലച്ച് പിടിക്കത്തുള്ളൂ. 2, ഡിഗ്രിക്ക് വേണ്ടി ചിലവഴിച്ച് പണം തിരിച്ചു പിടിക്കണം. 3, ആത്മീയ ലോകത്തെ നശിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നത് സ്ഥാനമാന പദവികൾ. സെൻട്രലിൻ്റെ ഇതാണ്. എൻ്റെ പൊന്നു ദൈവദാസന്മാരെ, കർത്താവിൻ്റെ വേലയ്ക്കായി വിളിക്കപ്പെട്ടവരോട് ഞാൻ വിനയപൂർവ്വം പറയുക, ഈ ദാവീദിന് ശൗൽ ആദ്യം ഒരു സമ്മാനം കൊടുത്തു. കർഷകൻ്റെ മകനായി വെയിലും മഞ്ഞും മഴയും കൊണ്ട് കാട്ടിലൂടെ ആടിനെ മേയിച്ച് നടന്നവൻ, സ്കൂളിൽ പോയി പഠിക്കേണ്ട കാലത്ത് പോലും ആടിനെ മേയിച്ച് നടന്നവൻ, ഇപ്പോൾ അതേ ഒറ്റയടിക്ക് വന്ന് രാജകുമാരിയെ വിവാഹം കഴിക്കാൻ പോവുക. ഇശായിയുടെ ഒരു ഭാഗ്യമേ, മനസ്സിലാക്കണം. ആ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ പോകുമ്പോൾ തനിക്ക് കിട്ടാൻ പോകുന്ന പദവി എന്താ? താൻ രാജാവിൻ്റെ മരുമകനാകുകയാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ പുറകിലൊരു കാര്യമുണ്ട്, മറന്നു പോകരുത്. ഇവൻ ഫെലിസ്ത്യരാൽ തകർക്കപ്പെടുവാൻ വേണ്ടിയാണ് ശൗൽ ഈ സമ്മാനം കൊടുക്കുന്നത്. മനസ്സിലാക്കണം. അപ്പോൾ ശൗലിൻ്റെ ഉള്ളിൽ പണ്ടാരണ്ട് പറഞ്ഞില്ലേ, ആങ്ങൾ ചത്താലും വേണ്ടില്ല, നാത്തൂൻ്റെ കണ്ണുനീരൊന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞില്ലേ? എന്നതുപോലെ തന്നെ എൻ്റെ മകൾ വിധവയായാലും വേണ്ടില്ല. ശൗല് പറയാ, എൻ്റെ മകൾ മീഖൾ വിധവയായാലും വേണ്ടില്ല, എനിക്ക് അവനെ ഒന്ന് കൊന്നു കാണണം. മനസ്സിലാക്കണേ. പദവികളൊക്കെ വരുമ്പോൾ സൂക്ഷിച്ച് മേടിക്കണം. അടുത്തത്, ആയുധവാഹകനാക്കി മാറ്റി 50 പേരുടെ 100 പേരുടെ 1000 പേരുടെയൊക്കെ അധിപതിയാക്കി അങ്ങനെ പ്രൊമോഷൻ കിട്ടുക. ആദ്യം ഒരു ചെറിയ കമ്മിറ്റിയിലൊരു മെമ്പറായിരുന്നു, പിന്നീട് അതൊന്ന് സെക്രട്ടറിയായി, പിന്നെ അത് പ്രസിഡൻ്റായി. ഇപ്പം അങ്ങനെ കയറി പോവുക. മനസ്സിലാക്കണം, എവിടെയെങ്ങാനും കുറുക്കാനാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ചില അധികാര സ്ഥാനങ്ങളൊക്കെ കിട്ടിക്കഴിയുമ്പോൾ വേറൊരു കുഴപ്പം കൂടിയുണ്ട്. പിന്നെ ആരാധിക്കാൻ വിഷമോ? കൈയടിക്കാൻ പറ്റുമോ? പാടാൻ പറ്റുമോ? പറഞ്ഞു വന്നതിന് താല്പര്യം, ആത്മീയ ലോകത്തിൽ ഇത്തരത്തിലുള്ളതായ കുനിഷ്ടികൾ ഇറക്കുവാൻ ഈ ശുശ്രൂഷകരെ പ്രേരിപ്പിക്കുന്നതിൻ്റെ 3 പ്രധാന കാരണങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ക്രിസ്തീയ ലോകം തന്നെയാണ് ഇവരെ എങ്ങനെയാക്കി മാറ്റുന്നത്. പക്ഷേ ഇദ്ദേഹത്തെ സംബന്ധിച്ചോളം ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇദ്ദേഹത്തിന് സംഭവിച്ചത് ഒരു പക്ഷേയെങ്കിൽ ഈ പണമൊക്കെ അങ്ങോട്ടൊരു പരിധിയില്ലാതെ വന്ന് കയറിയപ്പോൾ നമ്മൾക്ക് നാടൻ ശൈലി പറയില്ല, കണ്ണ് മഞ്ഞളിച്ച് പോകുന്ന പറയില്ലേ, തലപെരുത്തു പോയി. എന്താ പറയേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു പരിധി വരെ ഉത്തരവാദിത്വം പണത്തിനുള്ളത് കൊണ്ടാണ് വചനം പറയുന്ന ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണം. അവിടെ പോയി, അതിൻ്റെ കാരണത്തിൻ്റെ അടിസ്ഥാനം അങ്ങോട്ട് പോയി. അപ്പോൾ ഞാനിവിടെ ഈ വീഡിയോ ഞാനിവിടെ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഞാനിവിടെ ചുരുക്കുകയാണ്. ഒറ്റ വാക്ക് പറഞ്ഞു ചുരുക്കുക. ബഹുമാനപ്പെട്ട ടിനു ജോർജ് പാസ്റ്റർക്ക് പറ്റിയ വീഴ്ച ദൈവം മുൻപാകെ പറയേണ്ടത് ദൈവം മുൻപാകെയും ക്രൈസ്തവ ലോകത്തോട് പറയേണ്ടത് ക്രൈസ്തവ ലോകത്തോട് പറഞ്ഞാൽ നിങ്ങൾ ഇരട്ടി മാറ്റുള്ളവനായി നിങ്ങൾ നിലനിൽക്കും. ഇല്ലാത്തടത്തോളം കാലം നിങ്ങൾ തെറ്റിദ്ധരിച്ചതല്ല. നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞല്ലോ, അകലം വിട്ട് നിൽക്കുന്നവർക്ക് ഞാൻ ആരാണെന്ന് അറിയാനൊരു അവസരം കൊടുക്കണമെന്ന്. അത് സംഭവിച്ചു കഴിഞ്ഞു, തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, ഈ അത്ഭുതവും വീരപ്രവൃത്തിയൊന്നും നടന്നില്ലെങ്കിൽ ശുശ്രൂഷകനല്ല എന്ന് ധരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര വചനം പറഞ്ഞാലും, പ്രവചനം പറഞ്ഞോ, വെളിപ്പാട് പറഞ്ഞോ, വിടുതൽ പൊട്ടട്ടെ നഴിയട്ടെന്ന് പറഞ്ഞോ, ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ പാസ്റ്ററല്ല. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ട് ആദ്യം എനിക്ക് ചിരി വന്നു, കുറച്ചു നേരം എനിക്ക് സങ്കടം വന്നു. പറയുക, വരുന്ന 3 വർഷത്തിനുള്ളിൽ നീ അറിയപ്പെടുന്ന ഒരു സിനിമാ ഡയറക്ടറായി മാറും. ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് പറയുന്നു. പരിശുദ്ധാത്മാവിനെ എന്തിനാണ് ഇവിടേക്ക് അയച്ചതെന്നുള്ള അടിസ്ഥാന ബോധം പോലുമില്ലാതെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കിഴവിക്കഥകളെയും കെട്ടുകഥകളെയും നിർമ്മിത കഥകളെയും വിട്ടൊഴിയണമെന്ന് പഠിപ്പിക്കുന്ന വചനത്തിൽ ഊന്നി നിന്നുകൊണ്ട് പറയുകയാണ്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപമാകരുതെന്ന് പറയുന്ന പ്രമാണം പറയുന്ന ബൈബിൾ കൈപിടിച്ചുകൊണ്ട് പറയുകയാണ്, നിന്നെ സിനിമാ ഡയറക്ടറാക്കും പോവുകയാണെന്ന്. ഞാൻ ഓടിച്ചെന്ന് എൻ്റെ ബൈബിൾ എടുത്തിട്ട് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4 വായിച്ചു നോക്കി. ദൈവം ചിലർ സഭയിൽ അപ്പോസ്തലന്മാരായും ഇടയന്മാരായും ശുശ്രൂഷകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും പ്രവാചകന്മാരായും 5 പേരെ ഞാൻ വായിച്ചു. 6ാമത് സിനിമാ ഡയറക്ടർമാരായും ഞാൻ വായിച്ചില്ല. ഇനി എൻ്റെ ബൈബിൾ അത് പ്രിൻ്റിൽ ഇല്ലാത്തതുകൊണ്ടാണെന്ന് അറിയാൻ വേണ്ടി എൻ്റെ ഭാര്യയുടെ ബൈബിൾ എടുത്ത് നോക്കി, അതിനകത്തും ഇല്ല.
ഇനി ഈ സിനിമാ ഡയറക്ടറാക്കി മാറ്റിയിട്ട് ദൈവത്തിനോ ദൈവവേലയ്ക്കോ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്കോ എന്ത് പ്രയോജനം, രക്ഷയ്ക്കെന്ത് ഗുണം? ഒന്നും കൂടി വലിച്ചിഴച്ചു കൊണ്ട് പോകാമെന്നല്ലേ ഉള്ളൂ തിന്മയിലേക്കും അശ്ലീലങ്ങളിലേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരത്തിലുള്ള സൂചനകളൊക്കെ ചിലരെയൊക്കെ തിരിച്ചറിയാൻ വേണ്ടി നമുക്ക് തരുന്നതാണ്. വിവേചനപരമില്ല എങ്കിൽ ഞാൻ സാധാരണ പറയാറുള്ളൊരു കാര്യമുണ്ട്, വിവേചനം എന്ന് പറയുന്നതിൻ്റെ വേചനം കൊണ്ട് മാറ്റി വയ്ക്കുക, രണ്ടാമത് വരം, ഇത് രണ്ടും കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ വിവരം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാകും. അത് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രമാണങ്ങളെ പഠിച്ചു കഴിയുമ്പോൾ ആ വിവരത്തിൽ നിന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ആത്മാക്കളെ നമ്മൾ വിവേചിക്കേണ്ട ആവശ്യമില്ല, വിവരം കൊണ്ട് നമുക്ക് തിരിച്ചറിയാം. അതിന് നമ്മൾ അടിസ്ഥാന ബൈബിൾ പഠിച്ചാൽ മതി. പരിശുദ്ധാത്മാവ് വന്ന എന്തിനാണ്, പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം എന്തിനാണ്, പ്രവചനം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടിയുള്ളതാണ്, ഇവിടെ ബാങ്കിലെ കടം വീടാനും പെണ്ണിനെ കെട്ടിച്ചു വിടാനും അമേരിക്കയിലേക്ക് വിസ അയക്കാനൊന്നുമല്ല പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നിരിക്കുന്നത് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി കർത്താവിന് ഉള്ളത് പിതാവിൽ നിന്ന് എടുത്ത് മനുഷ്യർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനും സകല സത്യത്തിലും വഴി നടത്തുവാനും, ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ദൗത്യം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം, പ്രവചനമോ അല്ലെങ്കിൽ ഈ ഒരു ശുശ്രൂഷ ഇല്ല എങ്കിൽ അവൻ അഭിഷിക്തനല്ല, ദൈവദാസനല്ല എന്നുള്ള സമൂഹത്തിൻ്റെ വിധിയെഴുത്തലാണ് ഇത്തരത്തിലുള്ള നാടകം കളിക്ക് വേണ്ടി ചിലരെയൊക്കെ പ്രേരിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യുന്നത്. അതിൻ്റെയും ഉത്തരവാദിത്വം സമൂഹത്തിനാണ്. അപ്പോൾ ഞാൻ വാക്കുകളിവിടെ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട ടിനു ജോർജ് പാസ്റ്റർക്ക് ഇനി സ്വയമായി നീതീകരിക്കാൻ നോക്കാതെ, ജനം എന്നെ തെറ്റിദ്ധരിക്കുന്നതൊക്കെ പറഞ്ഞ് വീണ്ടും മലയാളം അറിയാവുന്നവരുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കാതെ കിട്ടിയ അവസരം പ്രയോജനപ്പെടുത്തുക. ഒരു തെറ്റെനിക്ക് പറ്റി, ഞാൻ എൻ്റെ മനസ്സിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞാന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അംഗീകരിക്കാം. കാരണം താങ്കളുടെ ശുശ്രൂഷയിലൂടെ കടന്നു വന്ന ജനം, താങ്കൾ വചനം കൊടുത്ത് പരിപോഷിപ്പിച്ച് വളർത്തിയെടുത്ത ജനം താങ്കൾക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഒരപ്പനെ മകൻ വിഷമിപ്പിച്ച് വേദന ഉണ്ടാക്കും. അത് മനസ്സിലാക്കാനുള്ള ബോധം മലയാളികളായി ഞങ്ങൾക്കുണ്ട്. ആ വേദനയിൽ ഞാനൊരു വാക്ക് പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞാൽ ഓക്കെ, തീരുകയാണ്. ഇനിയും വെളുപ്പിക്കുവാൻ ശ്രമിച്ചാൽ അനന്തരഫലം കറുത്തു പോവുകയുള്ളൂ. വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ച രണ്ട് കാര്യമാണ്. ഒന്ന്, ടിനു ജോർജ് പാസ്റ്റർ മാത്രമല്ല, സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുന്നവർക്കൊരു സൂചനയും, പിന്നെ എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് എന്നെ തെറ്റിദ്ധരിച്ച് എൻ്റെ വീഡിയോ കേൾക്കാതെ, എൻ്റെ ആശയം പൂർണ്ണം കേൾക്കാതെ ഞാൻ ആരോട് കാശ് മേടിച്ചിട്ട് ചെയ്യുവാണെന്നൊക്കെ പറഞ്ഞ കമൻ്റന്മാരോടും കൂടി ഞാനൊരു സൂചന തരികയാണ്. ഇനിയെങ്കിലും വേറിട്ട് ചിന്ത കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ട് കേൾക്കുക, ഇല്ലെങ്കിൽ കേട്ടോത്ര ഭാഗം കേട്ടിട്ട് അടച്ചു വയ്ക്കുക. നിങ്ങൾ കമൻ്റ് ഇടാൻ പോയാൽ നിങ്ങൾ സമൂഹത്തിൽ വിഡ്ഢിയാകും. അത്തരത്തിലുള്ള പ്രതികരണം എൻ്റെ ഭാഗത്തുനിന്നും റിപ്ലൈ ആയിട്ടുണ്ടാകും. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം അവസാനിപ്പിക്കുന്നു. ഞാൻ ഈ ഒരു ടോപ്പിക്ക്, അതായത് ടിനു ജോർജ് പാസ്റ്ററോടുള്ള ബന്ധത്തിലുള്ളതായ വീഡിയോ ഞാനിവിടെ വിരാമം കുറിക്കുകയാണ്. സാധാരണ വ്യക്തികളെ ഞാൻ അങ്ങനെ എടുത്ത് പറയാറില്ല. ഇത് നിർബന്ധിതാവസ്ഥയിലെത്തിയതുകൊണ്ട് ഇത്തരത്തിലുള്ള വീഡിയോ എൻ്റെ ആദ്യത്തെയും അവസാനത്തെയുമായി തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പുതിയ വചന പഠന ചിന്തകളോടുകൂടി അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.